സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളും സോഫ്റ്റുമായ ഒരു ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മോര്, 1 കഷ്ണം ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഉപ്പും വേണം, ഉപ്പ് എല്ലാത്തിലും ആവശ്യമാണല്ലോ. ഈ ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കാം. ഗോതമ്പ് പൊടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മോരുമൊഴിച്ച് ഉപ്പുമിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെയാണ് ഇളക്കിയെടുക്കേണ്ടത്. സാധാരണ ദോശമാവിൻ്റെ അയവിൽ തന്നെയാണ് ഇളക്കിയെടുക്കേണ്ടത്. സാധാരണ ഗോതമ്പ് ദോശയെ പോലെ അല്ല, സോഫ്റ്റ് ദോശയാണ്. തിന്നാനും സ്വാദാണ്. ഗോതമ്പ് പൊടിയാകുമ്പോൾ നമുക്ക് അരച്ചു വയ്ക്കുകയൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയ ശേഷം ബട്ടർ ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അധികം പുളിയില്ലാത്ത മോരാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാതും നല്ലതുപോലെ ഇളക്കിയ ശേഷം ദോശ ചുട്ടെടുക്കാം. ഇനി പാൻ വെച്ച് ഓയിൽ തേച്ച് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ദോശ മടക്കിയെടുക്കാം. സാധാരണ ഗോതമ്പ് ദോശയിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയും ഒരു ദോശ ചുട്ടെടുത്ത് നോക്കൂ. ഇന്ന് എല്ലാവരും അരിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഗോതമ്പാണ്. അതിൻ്റെ കാരണം എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ശരീരത്തിന് ഒരു അധ്വാനവുമില്ല. അതുകൊണ്ട് എല്ലാവരും തടി കൂടുന്നു എന്ന് പരാതി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ദോശ ചുട്ടെടുക്കാം.
എന്ന് കരുതി ചുട്ടതാണ് ഇങ്ങനെ ഒരു ദോശ. ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സ്വാദുമുണ്ട്, സോഫ്റ്റ് ദോശയുമാണ്. ഇതിലുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് ചുട്ടെടുക്കാനും എളുപ്പമാണ്. ഇനി ദോശ മടക്കിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.